ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കിൽ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ആൻഡ് ഫോം വർക്സ് എന്നുള്ള ഒരു പോർഷനാണ് എടുക്കുന്നത്. നേരത്തെ സഞ്ജിത് സാർ എടുത്തതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മൊഡ്യൂൾ 3-ലുള്ളൂ. അത് നമുക്ക് കവർ ചെയ്യാം. ആദ്യം നമ്മൾ പോകുന്നത് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന ടോപ്പിലേക്കാണ്. പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് RCCയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ്. RCCയിൽ കുറച്ച് അഡീഷൻസ് വരുത്തി നമ്മുടെ ഒന്നുകൂടി സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യിക്കുന്ന, കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ട്രക്ചറിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന, കൂടുതൽ സ്പാനിൽ ഒരു സ്ട്രക്ചർ, അതായത് പ്രത്യേകിച്ച് ഒരു ബീം കാസ്റ്റ് ചെയ്യാൻ നമ്മൾ RCC സ്ട്രക്ചറിനെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ റെലവന്റ് IS കോഡ് എന്ന് പറയുന്നത് IS 1343202012 ആണ്. നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് IS 456-2000 ഉള്ള പോലെ തന്നെയാണ്. അപ്പോൾ ഈ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് RCC സ്ട്രക്ചർ പോലെ തന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നവഡേയ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നതുമാണ് ഈ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റുകൾ. നമുക്ക് പക്ഷേ ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ മാത്രമേ കിട്ടുന്ന രീതിയിലാണ് സിലബസിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഒന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രീസ്ട്രസിങ്. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ, എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്? പ്രീസ്ട്രസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനെ ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യണം. അതായത് നമ്മൾ ആക്ഷനിലോട്ട് വരുന്നതിന്, അതായത് കാസ്റ്റ് ചെയ്ത് ലോഡിങ് ആക്കുന്നതിന് മുന്നേ തന്നെ അതിലെന്ത് ചെയ്യണം, ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതെന്തായാലും ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. നമുക്കത് കാണാം. ടൈപ്സ് ഓഫ് പ്രീസ്ട്രസിങ്, ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാം, പ്രീസ്ട്രസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൈപ്സിൽ പ്രീസ്ട്രസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രീസ്ട്രസിങ്. ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് ഈ പ്രീസ്ട്രസിങ് ചെയ്യാൻ പറ്റും. അതായത് മെക്കാനിക്കൽ മെത്തേഡ് ആണോ, കെമിക്കൽ മെത്തേഡ് ആണോ, ഇലക്ട്രിക്കൽ മെത്തേഡ് ആണോ എന്ന രീതിയിൽ ഏതൊക്കെ മെത്തേഡുകൾ വഴി ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് പ്രീസ്ട്രസിങ് തന്നെ വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഈ പ്രീ ടെൻഷനിങ്ങും ആൻഡ് പോസ്റ്റ് ടെൻഷനിങ്ങും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ പ്രീസ്ട്രസ്ഡ് സ്ലാബ്സ് ആൻഡ് ബീംസ്, ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം. അപ്പോൾ ഈ പ്രീസ്ട്രസിലേക്ക് പോകുന്നതിന് മുന്നേ നോർമൽ RCC സ്ട്രക്ചർ എന്തിന് നമ്മളൊരു കോൺക്രീറ്റിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഡയഗ്രാം ഉള്ളത്. ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് സിംപ്ലി സപ്പോർട്ടഡ് കോൺക്രീറ്റ് ബീമാണ്. ഇവിടെ സ്റ്റീൽ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, റീഇൻഫോഴ്സ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇത് ലോഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിന്റെ ടോപ്പ് ലെയറുകൾ, അതായത് ഈ ഒരു പോർഷനിൽ വരുന്ന ലെയറുകൾ അണ്ടർ കംപ്രഷൻ ആണ്. അതായത് കംപ്രഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്യണം, ആ ലെയർ ഇങ്ങനെ ചുരുങ്ങി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിലെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ലെയർ എന്താണ്, വലിയാണ് ചെയ്യുന്നത്. അവിടെ ടെൻഷൻ ആണ് ഡെവലപ്പ് ആവുന്നത്. കോൺക്രീറ്റ് എന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് വെരി വീക്ക് ഇൻ ടെൻഷൻ ആൻഡ് സ്ട്രോങ് ഇൻ കംപ്രഷൻ. സ്വാഭാവികമായിട്ടും ബോട്ടം പോർഷനിൽ ടെൻഷൻ വരുന്നത് കാരണം കോൺക്രീറ്റിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ക്രാക്സ് ഡെവലപ്പ് ചെയ്യും, സ്ട്രക്ചർ ഫെയിൽ ആവും, കൊളാപ്സ് ആവും. ആ ഒരു കേസ് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് RCC ആയി മാറുന്നത്, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആയി മാറുന്നത്. ഈ സ്റ്റീൽ എന്ന് പറയുന്നത് ടെൻഷൻ വിത്ത് ഹോൾഡ് ചെയ്യും, കംപ്രഷൻ വിത്ത് ഹോൾഡ് ചെയ്യും നല്ലപോലെ തന്നെ. അപ്പോൾ ടെൻഷൻ വിത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കേസ് ആയിരിക്കും, നമ്മളൊരു ബീമോ സിംപ്ലി സപ്പോർട്ടഡ് ബീമൊക്കെ ആണെങ്കിൽ അതിൽ ഹെവി റീഇൻഫോഴ്സ്മെന്റ്, സാധാരണ കേസിൽ നോർമൽ നമ്മളെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ ചെയ്യുന്ന ബീമൊക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പിലും ബോട്ടത്തിലും റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ബോട്ടത്തിലായിരിക്കും നല്ല കനം കൂടിയ റീഇൻഫോഴ്സ്മെന്റ്, ഹെവി റീഇൻഫോഴ്സ്മെന്റ്, അതായത് 16ന്റെ കമ്പി എന്നൊക്കെ പറയും. 16ന്റെ കമ്പി അല്ലെങ്കിൽ 12ന്റെ കമ്പിയൊക്കെ വരുന്നത് ബോട്ടത്തിലായിരിക്കും. എണ്ണവും കൂടുതൽ ബോട്ടത്തിലായിരിക്കും ബീമിന്റെ. ഇതാണ് കാരണം, ടെൻഷൻ വിത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതേ RCC, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി ഇതേ RCC സ്ട്രക്ചർ തന്നെ നമ്മൾ കുറച്ച് ഹെവി ലോഡിങ് കൊടുത്തു, അതുപോലെ തന്നെ നമ്മളെ സ്പാൻ കൂട്ടി. അങ്ങനെയാവുമ്പോൾ ആക്ച്വലി ഇതിലൊരു പ്രശ്നം ഡെവലപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടെൻഷൻ അപ്പോൾ കൂടുതലായി മാറും, ബോട്ടത്തിലുള്ള ടെൻഷൻ കൂടുതലായി മാറും. നമ്മൾ എത്ര റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താലും ആ ഭാഗത്ത് വരുന്ന കോൺക്രീറ്റ് എന്ത് ചെയ്യും, ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. കോൺക്രീറ്റ് ടെൻഷൻ വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ട് അത് ക്രാക്സ് ഡെവലപ്പ് ചെയ്യും.
അൾട്ടിമേറ്റ്ലി സ്ട്രക്ചറിന്റെ ക്രാക്സ് വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഫെയിലിയർ ആയി തന്നെ അർത്ഥം. സ്ട്രക്ചറിന്റെ ഫെയിലിയറിലോട്ട് അത് മാറും. ക്രാക്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രാക്കിലൂടെ മോയ്സ്ചർ കയറി റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യും, കൊറോഡ് ആവും, സ്ട്രക്ചർ ഫെയിൽ ആവും. ഇനി എന്താണ് പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് കോൺക്രീറ്റിൽ സംഭവിക്കുന്നത്? ഈ പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് കോൺക്രീറ്റിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബോട്ടം പോർഷൻ വരുന്ന കോൺക്രീറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കംപ്രഷൻ വരാണ്ട് ശ്രദ്ധിക്കും. അത് കംപ്രഷനെ അവിടെ ടെൻഷനാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നേരത്തെ ഒരു കംപ്രഷൻ എന്ത് ചെയ്യും, അവിടെ അപ്ലൈ ചെയ്യും. നേരത്തെ ഒരു ടെൻഷൻ കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യും, അത് കംപ്രഷനിലോട്ട് മാറ്റും. ഈ മാറ്റുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അടുത്ത വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് പറയാം. ഇതാണ് രണ്ടാമത് കാണിച്ച സ്ട്രക്ചർ ഉദ്ദേശിച്ചത്, രണ്ടാമത് കാണിച്ച ഫിഗർ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും, ഈ അൺലോഡഡ് കണ്ടീഷൻ, അതായത് ഈ സ്ട്രക്ചർ ആക്ഷനിൽ വരുന്ന ഒരു ബീം ആണെങ്കിൽ ആ ബീം ലോഡിംഗ് പാറ്റേണിൽ വരുന്നതിന് മുന്നേ, അത് ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിലെന്തുണ്ട്, ഒരു ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ബീം, ജസ്റ്റ് ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു പാന ബീമായിട്ട് കൺസിഡർ ചെയ്യുന്ന മുകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തള്ളിപ്പിടുത്തം, അതായത് മേലെന്ന് ലോഡ് വരും എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് ഒരു പിടുത്തം കൊടുക്കുന്നു എന്ന് മാത്രം. അതാണ് ഈ പ്രീ സ്ട്രെസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് നമുക്ക് ഫർദർ ആയിട്ട് ഇനി അടുത്ത വരുന്നുണ്ട്, അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം. അങ്ങനെ പ്രീ സ്ട്രെസ്സിങ് ചെയ്ത കോൺക്രീറ്റ് എലമെന്റ്സ് എന്ത് ചെയ്യും, ലോഡിംഗ് ആവുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ടെൻഷൻസ് ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്യില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ക്രാക്സ് ഡെവലപ്പ് ചെയ്യില്ല. മാത്രമല്ല ഹെവി ലോഡ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനും പറ്റും. ഹെവി ലോങ് സ്പാനുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഉപയോഗിക്കുമ്പോൾ. ഇനി പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിന്റെ ചില എക്സാമ്പിൾസും എന്താണ് പ്രീ സ്ട്രെസ്ഡ്. എ മെത്തേഡ് ടു ഓവർകം കോൺക്രീറ്റ് നാച്ചുറൽ വീക്ക്നെസ് ഇൻ ടെൻഷൻ. നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. കോൺക്രീറ്റിന്റെ വീക്ക്നെസ് ആണ് എന്ത്, ടെൻഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിനെ ഓവർകം ചെയ്യുക. അപ്പോൾ എന്താണ്, കോൺക്രീറ്റിന് ടെൻഷൻ വരാത്ത രീതിയിൽ, അതായത് ടെൻസൈൽ ഫോഴ്സ് വരാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റിന്റെ പോർഷൻ മാറ്റിയെടുക്കുന്നു. ഇനി എന്തിനാണ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബീംസ്, ഫ്ലോർസ് ഓർ ബ്രിഡ്ജസ് വിത്ത് ലോങ്ങർ സ്പാൻ കൂടുതലുള്ള കേസുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം സ്പാൻ കൂടിക്കഴിഞ്ഞാൽ നോർമൽ ഒരു RCC സ്ട്രക്ചർ എന്ത് ചെയ്യണം, അത് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യാതെ സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡെപ്ത് കൂട്ടി കൊടുക്കണം. ഡെപ്ത് കൂട്ടുകയും വേണം, ഹെവി റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയും ചെയ്യണം. ഒരു പരിധി വിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ബീമിന് ഡെപ്ത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഈ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത നമ്മളെ ഫ്ലൈ ഓവറുകളെല്ലാം അധികം PT ബീമുകളാണ് വരുന്നത്. അത് പോസ്റ്റ് ടെൻഷനിങ് ആണ്, നമുക്കത് അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ രാമനാട്ടുകര ഭാഗത്ത് അതുപോലെ തൊണ്ടയാട് ഫ്ലൈ ഓവറുകളൊക്കെ ഊരാളുകൾ ചെയ്ത വർക്കുകളെല്ലാം നിങ്ങൾ കണ്ട് ആ ഭാഗത്തൂടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം പോസ്റ്റ് ടെൻഷനിങ് ബീമാണ്. അതായത് ഈ ഒരു ടൈപ്പ്, ഈ ഒരു പിക്ചറിൽ കാണുന്ന ഈ ടൈപ്പ്, ഇതാണ് പോസ്റ്റ് ടെൻഷനിങ് ബീം. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ടൈപ്പ് കണ്ടോ, ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ടെൻഡനുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ എക്സ്ട്രാ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്താ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് പോസ്റ്റ് ടെൻഷനിങ് ആണ്, ഇത് പ്രീ ടെൻഷനിങ് ആണ്. അതായത് ഈ രണ്ടും ഡിഫറെന്റ് മെത്തേഡുകളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ. ഈ ഒരു ഹെവിയർ ആയിട്ടുള്ള, നമുക്ക് തൊണ്ടയാട് അല്ലെങ്കിൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ ഒക്കെ കണ്ടവർക്ക് അറിയാം, വലിയ സ്പാൻ ആണ്. അവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് PT ബീംസുകളാണ്. ഇനി ഈ പല ഹെവി മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്കൊക്കെ PT ബീംസുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത സ്ലൈഡ്. പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ഓഫ് കംപ്രസീവ് സ്ട്രെസ്സസ് ഇൻ ദ സ്ട്രക്ചർ ബിഫോർ ഇറ്റ്സ് പുട്ട് ടു ആക്ച്വൽ യൂസ് ഈസ് നോൺ ആസ് പ്രീ സ്ട്രെസ്സിങ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് കോൺക്രീറ്റിന്റെ ബിലോ പോർഷനിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ, അതായത് ബീമിന്റെ ബോട്ടം പോർഷനിലേക്ക് നമ്മൾ എക്സ്ട്രാ കംപ്രസീവ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് അവിടെ ടെൻഷൻ വരാത്ത രീതിയിൽ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനീഷ്യൽ ലോഡ് ഈസ് അപ്ലൈഡ് ഓൺ ദ സ്ട്രക്ചർ പ്രിയർ ടു യൂസ്. അതായത് ഇനീഷ്യൽ ലോഡ് അപ്ലൈ ചെയ്തെങ്കിൽ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവുകയുള്ളൂ. അതാണ് പറഞ്ഞത്. ഇനി ആ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യാണ്, എങ്ങനെയാണ് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ഇവിടെ ഒരു വെഹിക്കിള് സാധാ ഒരു ബീമിൽ പോകുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ബോട്ടത്തിൽ എന്ത് ചെയ്യും, ബോട്ടത്തിൽ ടെൻഷൻ വരുന്ന കാരണം അവിടെ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു, ഇപ്പം എന്ത് ചെയ്യുന്നില്ല, വലിയ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്ട്രെച്ചിങ് ദ റോഡ് ആൻഡ് ദെൻ റിലീസിങ് ദ കോൺക്രീറ്റ് മേക്ക് ദ ബീം വെരി സ്ട്രോങ്. അതായത്
നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റീഇൻഫോഴ്സ്മെന്റിനെ വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഇതിൽ എന്ത് ചെയ്യും, ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അതായത് കോൺക്രീറ്റ്, ഈ സ്റ്റീല് പഴയ രീതിയിലോട്ട് തിരിച്ചു പോകാൻ ശ്രമിക്കും. പക്ഷെ എന്ത് ചെയ്യും, കോൺക്രീറ്റുമായിട്ട് എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് ബോണ്ട് ആയിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യും, സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അത് കംപ്രസീവ് സ്ട്രെസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും വെച്ച് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്ങിലേക്കാണ് പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ്. അതായത് എക്സ്റ്റേണൽ പ്രീ സ്ട്രെസ്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറിന്റെ പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ടെൻഡൻസ്, അതായത് സ്റ്റീൽ ടെൻഡൻസ് ഉപയോഗിച്ച് സ്ട്രെസ് ചെയ്യുക. അതായത് അത് കോൺക്രീറ്റിന് അകത്തല്ല വരുന്നത്, അത് വളരെ റയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട മെത്തഡ്സ് ഒക്കെ ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ് ആണ്. അത് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും അല്ല, ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ് ആണ്. നമുക്ക് അതിലേക്ക് വരാം. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ, അത് വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ലീനിയർ പ്രീ സ്ട്രെസ്സിങ്ങും സർക്കുലർ പ്രീ സ്ട്രെസ്സിങ്ങും. ലീനിയർ പ്രീ സ്ട്രെസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീനിയർ മെമ്പേഴ്സ്, അതായത് ബീം, സ്ലാബ് പോലുള്ള ലീനിയർ മെമ്പേഴ്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ലീനിയർ പ്രീ സ്ട്രെസ്സിങ്. സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് വരുന്നത് വാട്ടർ ടാങ്ക്സ് അതുപോലത്തെ സർക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചറിൽ പ്രീ സ്ട്രെസ് ചെയ്യുന്നതാണ് സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. വാട്ടർ ടാങ്ക്സിലൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ലീനിയർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത് ബീംസിൽ വരുന്നതാണ്, ബീംസ് പോലത്തെ ലീനിയർ സ്ട്രക്ചേഴ്സ്. ഒരിക്കലും ലീനിയർ പ്രീ സ്ട്രെസ്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള പ്രീ സ്ട്രെസ്സിങ് ടെൻഡൻസ് ലീനിയർ ആണ് എന്നല്ല. അല്ലെങ്കിൽ പ്രീ സ്ട്രെസ് ചെയ്യുന്ന സ്റ്റീല് ടെൻഡൻ എന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് അറിയാം വിചാരിച്ചിട്ടാണ്. ടെൻഡൻ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ ടൈനി, അതായത് ഡയമീറ്റർ കുറഞ്ഞ പ്രൊഫൈലുകളാണ്. അല്ലെങ്കിൽ റീൻഫോഴ്സ്മെന്റ് സ്റ്റീൽ തന്നെയാണ് നമ്മൾ കേബിൾ ടൈ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അത് ലീനിയർ ആണെന്നല്ല ലീനിയർ പ്രീ സ്ട്രെസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീനിയർ പ്രീ സ്ട്രെസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീംസും സ്ലാബ്സിലുമുള്ള പ്രീ സ്ട്രെസ്സിങ് ആണ് ലീനിയർ. സർക്കുലർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത് ഈ വാട്ടർ ടാങ്കുകൾ, സർക്കുലർ സ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്ന സർക്കുലർ പ്രീ സ്ട്രെസ്സിങ്. ഇനി ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് പ്രീ സ്ട്രെസ്സിങ്, ഇതാണ് ഞാൻ പറഞ്ഞത് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. ഈ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുക്കുന്ന സ്ട്രെസ് എങ്ങനെ ചെയ്യാം, രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ സ്റ്റീൽ ടെൻഷൻ അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് പിന്നീട് കോൺക്രീറ്റ് സെറ്റ് ആയതിനു ശേഷം, അതായത് സെറ്റ് ഹാർഡൻ ചെയ്തതിനു ശേഷം ടെൻഡൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് പ്രീ ടെൻഷനിങ്. പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്ന പിക്ചറിൽ, നേരത്തെ കാണിച്ചു തന്ന പിക്ചർ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഫസ്റ്റ് കാണിക്കുന്നത് പ്രീ ടെൻഷനിങ്. അതായത് ഇവിടെ കോൺക്രീറ്റ് ഈ സൈഡിലും ഒരു ടെൻഡൻസ് കണ്ടാവും. ഇത് ജാക്ക് വെച്ചിട്ട് ഒരു ആങ്കർ പ്ലേറ്റ് ഉണ്ടാവും അപ്പുറത്തെ സൈഡിൽ, ഇപ്പുറത്ത് ഹൈഡ്രോളിക് ജാക്ക് ആയിരിക്കും. ഇതിനകത്ത് വെച്ചിട്ട് ഇത് വലിച്ചു വെച്ചേക്കാണ്, നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചു വെച്ചേക്കാണ് ഈ ടെൻഡൻസ് എന്ന് പറയുന്നത് ഈ കമ്പികളാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വലിച്ചു വെച്ചതിന് ശേഷം ഉള്ളിലുള്ള പോർഷൻ, നമുക്ക് ഏതാണോ ബീം വേണ്ടത് അത്രയും പോർഷൻ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ചെയ്ത് വെക്കും. കോൺക്രീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കോൺക്രീറ്റ് ഹാർഡൻ ആയി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് ഹൈഡ്രോളിക് ജാക്ക് ആയിരിക്കും, ഒരു സ്ഥലത്ത് ഒരു ആങ്കർ പ്ലേറ്റ് ആയിരിക്കും. ഈ ഹൈഡ്രോളിക് ജാക്ക് റിമൂവ് ചെയ്യും, അതുപോലെ ആങ്കർ പ്ലേറ്റ് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടെൻഡൻസ് കട്ട് ചെയ്ത് കളയും കോൺക്രീറ്റിന്റെ എൻഡിൽ വെച്ചിട്ട്. ഇതാണ് പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നത്. പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീം എല്ലാം കാസ്റ്റ് ചെയ്തു, പക്ഷെ അതിനകത്ത് എന്ത് ചെയ്യും, ടെൻഡൻസ് പോകാനുള്ള ചില ഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇട്ട് വെക്കും. ഇതാണ് പോസ്റ്റ് ടെൻഷനിങ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ഞാൻ ആ പിക്ചർ കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് പ്രീ സ്ട്രെസ്. ഇനി സോഴ്സസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്, എങ്ങനെ, ഏതൊക്കെ മെത്തേഡ്, അതായത് ഈ വലിക്കുന്ന പ്രോസസ്സുകൾ, അതായത് ടെൻഷൻ അപ്ലൈ ചെയ്തിട്ടാണല്ലോ, ഈ ടെൻഷൻ അപ്ലൈ ചെയ്തിട്ടാണല്ലോ പ്രീ സ്ട്രെസ് ചെയ്യുന്നത്. മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്? മെക്കാനിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഹൈഡ്രോളിക് മെത്തേഡ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്. നമുക്ക് പോസ്റ്റ് ടെൻഷനിങ് പ്രീ സ്ട്രെസ്സിങ് പ്രീ ടെൻഷനിങ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എക്സ്റ്റേണൽ പ്രീ സ്ട്രെസ്സിങ്ങിന്റെ ഒരു പിക്ചർ കാണിക്കാൻ വേണ്ടി, വെൻ പ്രീ സ്ട്രെസ്സിങ് അച്ചീവ്ഡ് ബൈ എലമെന്റ്സ് ഔട്ട്സൈഡ് ദ കോൺക്രീറ്റ്, കോൺക്രീറ്റിന് പുറമേയുള്ള എലമെന്റ്സ് വെച്ചിട്ടാണ് പ്രീ സ്ട്രെസ്സിങ് ചെയ്തിട്ടുള്ളത്. ഈ പിക്ചറിൽ അത്ര ക്ലിയർ ആണെന്ന് അറിയില്ല. ഇതിൽ ടെൻഡൻസ് എല്ലാം കോൺക്രീറ്റിന് പുറത്താണ്, ടെൻഡൻസ് ലൈഡ് ഔട്ട്സൈഡ് ദ മെമ്പർ. ഈ ഒരു പിക്ചറിൽ ജസ്റ്റ് ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് എക്സ്റ്റേണൽ പ്രീ സ്ട്രെസ്സിങ്. അതായത് ഇവിടെ ഒരു ബീം ഉണ്ട്,
നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ട്രാ, ഇതിപ്പോ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമാണ്, ഇതിൽ എക്സ്ട്രാ ജാക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അതായത് ഇവിടെ ഒരു ജാക്ക് വെച്ചു, ഇവിടെ ഒരു ജാക്ക് വെച്ചു, എന്നിട്ട് ഇതിനെ പ്രീ സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് മേലെ നിന്ന് ലോഡ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, താഴെ ടെൻഷൻ വരാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നത്, ജാക്ക് വെച്ച് സപ്പോർട്ട് ചെയ്തതാണ്. ഇത് എന്താണ്, കോൺക്രീറ്റിനകത്തല്ല ഇത് ചെയ്തിട്ടുള്ളത്, പുറത്താണ്. കണ്ടിന്യൂസ് ബീമിലും തന്നെ അതുപോലെ എക്സ്ട്രാ ജാക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തേക്കാണ്. എക്സ്റ്റേണൽ പ്രീ സ്ട്രെസ്സിങ് എക്സാമ്പിൾ. ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തൊക്കെ ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ് ആണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഡക്റ്റുകൾ, റീഎൻഫോഴ്സ്മെന്റ് കേജ് ആണ് ഇത്. അതിനകത്ത് ഡക്റ്റ് ഇട്ട് വെച്ചേക്കാണ്. ഈ ഡക്റ്റിനകത്ത് ടെൻഡൻസ് ഉണ്ട്. ഇത് പോസ്റ്റ് ടെൻഷനിങ്ങിന് ഉപയോഗിക്കുന്ന ബീമാണ്. ഇതിനെന്ത് ചെയ്യും, ആദ്യം ഈ ബീം കാസ്റ്റ് ചെയ്യും, എന്നിട്ട് പിന്നീടാണ് ഈ ടെൻഡൻസ് ടൈറ്റ് ചെയ്യുന്നത്. ഇന്റേണൽ പ്രീ സ്ട്രെസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ടെൻഡൻസ് എന്താണ്, ബീമിനകത്താണ്. ഇനി ഇന്റേണൽ പ്രീ സ്ട്രെസ്സിനകത്ത് നമ്മളെ മേജർ ആയിട്ട് വരുന്ന രണ്ടെണ്ണം, പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. ഇതിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. പ്രീ സ്ട്രെസ്സിങ്ങും ഈ പ്രീ ടെൻഷനിങ്ങും കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന ടെക്നിക്കിനകത്ത് വരുന്ന രണ്ട് പോർഷനാണ് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. പ്രീ സ്ട്രെസ്സിങ് ആണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ടേം. പ്രീ സ്ട്രെസ്സിന്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. പ്രീ സ്ട്രെസ്സിങ് ഉദ്ദേശിച്ച് പ്രീവിയസ് ആയിട്ട് സ്ട്രെസ് അപ്ലൈ ചെയ്യുക. പ്രീ ടെൻഷനിങ് എന്ന് ഉപയോഗിക്കുന്നത് ടെൻഷൻ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. പോസ്റ്റ് ടെൻഷനിങ് എന്ന് ഉപയോഗിക്കുന്നത് എന്താണ്, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ടെൻഡനിലോട്ട് ടെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി പ്രീ ടെൻഷനിങ് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് പ്രീ ടെൻഷനിങ് എങ്ങനെയാണെന്നുള്ളത് കാണാം. നമ്മളവിടെ ഒരു സൈഡിൽ ഇപ്പോൾ ഈ ഒരു ബീമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രീ ടെൻഷൻ മെത്തേഡ് വെച്ച് കാസ്റ്റ് ചെയ്യുന്നത്. നോർമലി പ്രീ ടെൻഷൻസ് ഉപയോഗിക്കുന്നത്, ഇനി നിങ്ങൾക്ക് ആ ഒരു ഐഡിയ പിക്ചർ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ എക്സാമ്പിൾ പറയുന്നത്. നമ്മുടെ റെയിൽവേ സ്ലീപ്പർ, ഇലക്ട്രിക് പോൾസ്, അതായത് ഇലക്ട്രിക് പോസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്ട്രക്ചറുകളാണ് പ്രീ ടെൻഷനിങ് പൊതുവെ ചെയ്യാറ്. വലിയ ബീമുകളെല്ലാം പോസ്റ്റ് ടെൻഷനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെയിൽവേ സ്ലീപ്പർ മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ഞാൻ പറയുന്നത് ഒന്ന് കേട്ട് നോക്കാം. എൻഡ് അബട്ട്മെന്റ്, ഈ എൻഡ് അബട്ട്മെന്റ് ഒരു സൈഡിൽ ഒരു എൻഡ് അബട്ട്മെന്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ ടെൻഡനാണ് ഈ റെഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഒരു ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ട് ഇത് വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം, മാക്സിമം ടൈറ്റിൽ. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രീ സ്ട്രെസ്സിങ്ങിൽ ഉപയോഗിക്കുന്ന ടെൻഡൻ എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ തന്നെയാണ്. അത് ടൈനി ഡയമീറ്റർ കുറഞ്ഞ ഒരുപാട് സ്റ്റീലുകൾ ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത, നമ്മുടെ സാധാ RCC സ്ട്രക്ചറിന് ഉപയോഗിക്കുന്ന പോലത്തെ മൈൽഡ് സ്റ്റീലുകളല്ല. അതായത് Fe415, Fe500 ഒക്കെ, അതായത് 415 നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 415 എന്ന് പറഞ്ഞാൽ അതിന്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. അത്തരത്തിലുള്ള മൈൽഡ് സ്റ്റീലുകളല്ല ഇതിന് ഉപയോഗിക്കുന്നത്. അതിനേക്കാളും 3 to 5 ടൈംസ് സ്ട്രെങ്ത് ഉള്ള, ഈൽഡ് സ്ട്രെങ്ത് ഉള്ള, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽ മെറ്റീരിയൽസ് ആണ് ഇതിന്റെ ടെൻഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഹെവി ആയിട്ട് വലിച്ച് നിർത്തണം ജാക്ക് വെച്ച്. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് കുറവുള്ളതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെക്കിങ് സംഭവിക്കാം, പൊട്ടാൻ ചാൻസ് ഉണ്ട്. നെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെവി സ്ട്രെങ്ത് ഉള്ള, ഒരുപാട് ഹെവി സ്ട്രെങ്ത് ഉള്ള സ്റ്റീലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 3 to 5 ടൈംസ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വാർപ്പിന്റെ കമ്പികളെക്കാളും 3 to 5 ടൈംസ് ഈൽഡ് സ്ട്രെങ്ത് ഉള്ള കമ്പികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്, ഇതിന്റെ ടെൻഡൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ബീമാണ് കാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു എൻഡ് അബട്ട്മെന്റ് ഉണ്ട് ഒരു സൈഡിൽ. നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെൻഡൻ ഉണ്ട്. ഈ സ്റ്റീൽ ടെൻഡനെ ഈ ഒരു ജാക്കിനകത്തോട് എടുത്തിട്ട് നമ്മൾ ഹൈഡ്രോളിക് മെഷീനറി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ടൈറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ട ബീം, ഈ ഒരു പോർഷനാണ് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തു. കാസ്റ്റിംഗ് ഓഫ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതിന്റെ സ്ട്രെങ്ത് ഇപ്പോൾ 28 ഡേയ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 14 ഡേയ്സ് ആണോ, എത്ര ഡേയ്സ്, നോർമലി 28 ഡേയ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിൽ നിന്നും ടെൻഡൻസ് കട്ട് ചെയ്തു. കണ്ടോ, രണ്ട് സൈഡിൽ നിന്നും ടെൻഡൻസ് എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം എന്ത് ചെയ്തു, പ്രീ സ്ട്രെസ് ഇനി ട്രാൻസ്ഫർ ചെയ്തു. ഇനി എങ്ങനെയാണ് ഇതിന്റെ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇതിപ്പോൾ ഒരു കമ്പി ടെൻഷനിൽ വലിച്ചു വെച്ചേക്കാണ്, ഇതിനകത്ത് കോൺക്രീറ്റ് പിടിപ്പിച്ചു. ഇനി ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സ്റ്റീൽ ഇതിനകത്തോട്ട് വലിയാൻ ശ്രമിക്കും. പക്ഷേ കോൺക്രീറ്റ് സെറ്റ് ആയത് കാരണം എന്ത് ചെയ്യില്ല, ഈ സ്റ്റീലിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ സ്റ്റീൽ എന്ത് ചെയ്യും, ഇത് കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ബോണ്ട് കാരണം എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്യില്ല. അപ്പോൾ ഈ സ്റ്റീലിൽ ഉണ്ടാവുന്ന ഈ ഹെവി സ്ട്രെസ് എന്ത് ചെയ്യും,
കോൺക്രീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അത് കംപ്രസീവ് നാച്ചറാണ്. കാരണം നമ്മൾ വലിച്ചു വെച്ച സാധനം തിരിച്ചിങ്ങോട്ട് വരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കംപ്രസീവ് നാച്ചറാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എക്സ്ട്രാ കംപ്രസീവ് സ്ട്രെസ് ഇതിലോട്ട് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതിലോട്ട്? നമ്മുടെ ബീമിലോട്ട് എക്സ്ട്രാ കംപ്രസീവ് സ്ട്രെസ് എങ്ങനെയാണ് ഇതിലോട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്? തിരിച്ച് ഈ സ്റ്റീല് തിരിച്ച് പഴയ പടി പോകാൻ ശ്രമിക്കും. പക്ഷേ കോൺക്രീറ്റ് സെറ്റ് ആയത് കാരണം തിരിച്ച് അത് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ എക്സ്ട്രാ കംപ്രസീവ് ഒരു സ്ട്രെസ് എന്ത് ചെയ്യും? കോൺക്രീറ്റിൽ ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ്ങിനോട് ഉദ്ദേശിക്കുന്നത്. ഈ കോൺക്രീറ്റ് സ്ട്രെസ് എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഇനി പ്രീ ടെൻഷനിങ് എങ്ങനെയാണ്? ഞാൻ പ്രോസസ്സ് പറഞ്ഞു. ഇനി നമുക്കത് നോട്ട്സ് ആയിട്ട് എഴുതാനുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ദ ടെൻഷൻ ഈസ് അപ്ലൈഡ് ടു ദ ടെൻഡൻസ് ബിഫോർ കാസ്റ്റിംഗ് ദ കോൺക്രീറ്റ്. കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ടെൻഡനിൽ ടെൻഷൻ അപ്ലൈ ചെയ്തു. ആഫ്റ്റർ ഹാർഡനിങ് ഓഫ് കോൺക്രീറ്റ് ടെൻഡൻസ് കട്ട്സ് ദ ടെൻഷൻ ഫോഴ്സ് ഇസ് റിലീസ്ഡ്. കോൺക്രീറ്റ് ഹാർഡൻ ചെയ്ത ശേഷം എന്ത് ചെയ്തു? ടെൻഡൻസ് കട്ട് ചെയ്തു, ടെൻഷൻ ഫോഴ്സ് റിലീസ് ചെയ്തു. ദ ടെൻഡൻസ് ട്രൈ ടു സ്ട്രിങ് ബാക്ക് ടു ഒറിജിനൽ ലെങ്ത്. ഞാൻ പറഞ്ഞ തന്നെയാണ്, ബാക്കിലോട്ട് ഒറിജിനൽ ലെങ്ത്തിലോട്ട് സ്ട്രിങ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എന്ത് ചെയ്യില്ല? കോൺക്രീറ്റ് റെസിസ്റ്റ് ദ സ്ട്രിങ് ത്രൂ ബോണ്ട് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് ടെൻഡൻ. കോൺക്രീറ്റിന്റെയും ടെൻഡനും തമ്മിലുള്ള ബോണ്ട് അത്രയും ഹാർഡൻ ആയിട്ട് ഇത് തമ്മിൽ ഉറച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രമിക്കില്ല. അങ്ങനെ എന്ത് ചെയ്യും? കംപ്രസീവ് ഫോഴ്സസ് ഇൻഡ്യൂസ്ഡ് ഇൻ കോൺക്രീറ്റ്. ഞാൻ പറഞ്ഞല്ലോ, റെയിൽവേ സ്ലീപ്പറും ഇലക്ട്രിക് പോൾസും ആണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി മെത്തേഡ്സ് ആണ്. കാരണം ഇത് ഒരുപാട് ഇതിന് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് അറിയാം. ഇത് നേരത്തെ കോൺക്രീറ്റ് ടെൻഷൻ ചെയ്ത് വെച്ച് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഈ കറക്റ്റായിട്ട് ബോണ്ടിങ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ട്രെങ്ത് കിട്ടില്ല. പിന്നെ ഈ ഓവറായിട്ട് വലിക്കുമ്പോൾ ഉള്ളിൽ ചിലപ്പോൾ ടെൻഡൻസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഹെവി സ്ട്രക്ചർ എന്ത് ചെയ്യാറില്ല? പ്രീ ടെൻഷൻ വെച്ച് കാസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ നമുക്ക് പ്രീ ടെൻഷനിങ് പൊതുവെ ചെയ്യുന്നത് നമ്മളെ പുറത്തൊരു സൈറ്റിൽ വെച്ച് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിലോട്ട് കൊണ്ടുവരാൻ, അതായത് ഇൻസിറ്റു ആയിട്ടല്ല ചെയ്യുന്നത്, എക്സിറ്റു ആയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് സൈറ്റിലോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, റെയിൽവേ സ്ലീപ്പറൊക്കെ പൊതുവെ കാസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണല്ലോ ചെയ്യുന്നത്. അതെല്ലാം പ്രീ ടെൻഷനിങ് ടെക്നിക്സ് ആണ്. പ്രീ ടെൻഷനിങ് ടെക്നിക്സിന് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ് കമ്പയർഡ് ടു പോസ്റ്റ് ടെൻഷൻ. ഇനി പോസ്റ്റ് ടെൻഷനിങ് ടെക്നിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റത് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ബീമാണ് നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊരു നമുക്കൊരു സ്കീമാറ്റിക് ആയിട്ട് കാണിക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, വലിയ ബീമുകളാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നോർമലായിട്ട് വരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. നോർമലായിട്ട് വരുന്ന ബീമിലെ എല്ലാ റീഇൻഫോഴ്സ്മെന്റും ഇതിനകത്തുണ്ടാവും. നമ്മൾ ഈ ടെൻഡൻ കൊടുക്കുന്നത് എക്സ്ട്രാ ആണ്. ഈ ടെൻഡൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഇതൊരു ഡക്റ്റ് കണ്ടോ? ഈ ഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇത് എലിവേഷനും ഇത് ക്രോസ് സെക്ഷനാണ് കാണിച്ചിട്ടുള്ളത്, സൈഡ് വ്യൂ. ഓക്കെ, ഈ ഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡക്റ്റ് ഫ്രീ ആക്കി വെച്ചു. അതിനകത്ത് ഒരു പൈപ്പ്, അതൊരു നോർമൽ പൈപ്പ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ പിക്ചറിൽ പൈപ്പ് ഇട്ട് വെച്ചത് കണ്ടിട്ടില്ല. അങ്ങനെ ടെൻഡൻസ് ഇടാനുള്ള ഡക്റ്റുകൾ വെച്ചു. ഇനി എന്ത് ചെയ്തു? കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തു. എന്നിട്ട് ടെൻഡൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നീടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നെ ടൈറ്റ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ജാക്സ് ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. പിന്നെ എന്ത് ചെയ്യും? ഇതിന് രണ്ട് സൈഡിലും ആങ്കർ ചെയ്ത് നിർത്തുകയാണ് ചെയ്യാറ്. ആങ്കറിങ് പ്ലേറ്റ്സ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. അതൊന്നുമില്ല, പിന്നീട് റിമൂവ് ചെയ്യില്ല. ആങ്കറിങ് പ്ലേറ്റ് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഫോഴ്സിലായിട്ട് മാറ്റുകയാണ് ചെയ്യാറ്. പിന്നീട് ഇതിൽ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണ് പിന്നെ ഇത് കോൺക്രീറ്റുമായിട്ട് ബോണ്ട് ആവുന്നതെന്നാണ്. കാരണം ഇതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? ഗ്രൗട്ട് ചെയ്യാറുണ്ട്. നല്ല ഹെവി ഗ്രൗട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് ഇത് ഈ ഡക്റ്റിലൂടെ നമ്മൾ ടെൻഡൻ വലിച്ച് ടെൻഷൻ ചെയ്തതിനു ശേഷം ഗ്രൗട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് പിന്നീട് അതിൽ കോൺക്രീറ്റുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നത്. ഈ സ്റ്റീൽ ടെൻഡൻ കോൺക്രീറ്റുമായി ബോണ്ടിൽ വരും. ഓക്കെ, അപ്പോൾ അത് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം. The tension is applied to the tendons located in a duct after hardening of the concrete. Concrete harden ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ടെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. Ducts are placed inside the concrete before casting. ഒരു നമ്മൾ ഈ ടെൻഡൻസ് പ്ലേസ് ചെയ്യാനുള്ള ഡക്ട്സ് എന്ത് ചെയ്യുന്നു? കാസ്റ്റ് ചെയ്തതിന് മുമ്പ് വെക്കുന്നു. After the concrete gets hardened, the tendons inside the duct is tied and anchored against concrete. കോൺക്രീറ്റ് ഹാർഡൻ ആയതിനു ശേഷം ടെൻഡൻസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ടെൻഡൻസ് ഇൻസൈഡ് ദ ഡക്റ്റ് ഈസ് ടൈഡ് ആൻഡ് ആങ്കേർഡ് അഗൈൻസ്റ്റ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് ആങ്കർ ചെയ്ത് വെക്കുന്നു.
ബോക്സ് ഗേഡേഴ്സ് ആണ് അതിന് എക്സാമ്പിൾ. ഇത്രയാണ് പ്രീ സ്ട്രെസ്സിങ്ങും പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങിന്റെയും മെത്തഡുകൾ. ഈ പോസ്റ്റ് ടെൻഷനിങ് ബീംസിനെയാണ് നോർമലി PT ബീംസ് എന്ന് പറയുന്നത്. ഈ PT ബീംസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ അധികം കോമൺ ആണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ഹെവി ഫ്ലൈ ഓവറിനുകളൊക്കെ ഈ PT ബീംസ് ആണ് ഉപയോഗിക്കുന്നത്. PT ബീംസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് ഏരിയ തന്നെ അതിനകത്തുണ്ട്. നമ്മൾ അതിന് ജസ്റ്റ് ഒരു ഓവറോൾ കാര്യങ്ങളിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ അതിന്റെ ഈ സ്ട്രെസ് കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഈ സ്ട്രെസ് ഒന്നുമില്ല, എക്സ്ട്രാ ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നു, കംപ്രസീവ് സ്ട്രെസ്. ഇനി നമ്മൾ ഈ പ്രീ സ്ട്രെസ്സിങ്ങിന്റെ കുറച്ച് അഡ്വാൻറ്റേജസും പിന്നെ അതിന്റെ കുറച്ച് ഡീമെറിറ്റ്സും നോക്കാം. സെക്ഷൻ റിമെയിൻസ് അൺക്രാക്ക്ഡ് അണ്ടർ സർവീസ് ലോഡ്സ്. നമ്മൾ പറഞ്ഞു ക്രാക്ക് വരാനുള്ള ചാൻസ് പ്രീ സ്ട്രെസ്സിങ്ങിൽ വളരെ കുറവാണ്. അതിന്റെ കാരണം ഇതാണ്, കോൺക്രീറ്റിൽ എവിടെയും ടെൻസൈൽ സ്ട്രെസ്സുകൾ വരുന്നില്ല. കോൺക്രീറ്റിൽ ടെൻസൈൽ സ്ട്രെസ്സുകൾ വരുമ്പോഴാണ് കോൺക്രീറ്റിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയും ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രീ സ്ട്രെസ്സിങ്ങിൽ ഒരിക്കലും ക്രാക്സ് ഡെവലപ്പ് ചെയ്യില്ല. ഇനി നമ്മൾ ചെയ്യുന്ന വർക്ക്മാൻഷിപ്പിന്റെ ക്വാളിറ്റി കുറവ് കൊണ്ട് എന്ത് ചെയ്യാം, ക്രാക്സ് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം, വൺസ് ക്രാക്സ് ഡെവലപ്ഡ് ഇൻ എ പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് ഇറ്റ് വിൽ ആക്ട് ആസ് എ RCC. ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് RCC പോലെ തന്നെ ബിഹേവ് ചെയ്യും. അതുകൊണ്ട് പ്രീ സ്ട്രെസ്സിങ്ങിൽ വർക്ക്മാൻഷിപ്പിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞ് ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂസിലേക്ക് മാറും. അതുകൊണ്ട് നോർമലി പ്രീ സ്ട്രെസ്സിങ്ങിൽ എന്ത് ചെയ്യാറില്ല, ക്രാക്സ് ഡെവലപ്പ് ചെയ്യാറില്ല. ഹൈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഒന്നുമില്ല. സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ ഡെപ്ത്. നമുക്ക് ആവശ്യം സ്പാൻ കൂടുതലും ഡെപ്ത് കുറവാണ്. സ്പാൻ ടു ഡെപ്ത് റേഷ്യോ കൂടുതൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, സ്പാൻ കൂടുതലും ഡെപ്ത് കുറവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നിങ്ങൾക്ക് L/D റേഷ്യോ എന്ന് പറയുന്ന IS കോഡിൽ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിൽ IS 456/2000 ഒരു കാര്യമുണ്ട്. നമ്മൾ നോർമലി എടുക്കുന്ന L/D റേഷ്യോ കാൻഡിലിവർ ബീമിനാണെങ്കിൽ, സ്ലാബിനാണെങ്കിൽ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിനൊക്കെ ഒരു L/D റേഷ്യോ വരുന്നുണ്ട്. ഈ L/D റേഷ്യോ ഇംപ്ലൈ ചെയ്യുന്ന അതിന്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ വലിയൊരു കാര്യമാണ് ഈ L/D റേഷ്യോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. സ്പാൻ ടു ഡെപ്ത് റേഷ്യോ, ഈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ പ്രീ സ്ട്രെസ്സിങ് എന്താണ് കൂടുതലാണ്. അതായത് നമുക്ക് ലാർജ് സ്പാന് ചെറിയ ഡെപ്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും. സൂട്ടബിൾ ഫോർ പ്രീ കാസ്റ്റ് കൺസ്ട്രക്ഷൻ, പ്രീ കാസ്റ്റ് കൺസ്ട്രക്ഷന് വേണ്ടി സൂട്ടബിൾ ആണ്. കാരണം നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് പ്രീ ടെൻഷനിങ് ടെക്നിക്സിലെ എല്ലാം പ്രീ കാസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫാക്ടറിയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് കാസ്റ്റ് ചെയ്തിട്ട് സൈറ്റിലോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. നമുക്ക് ചില പരിമിതികളൊക്കെ ഉള്ള കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യേണ്ട കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ഉണ്ടാവും. അവിടെയൊക്കെ പ്രീ കാസ്റ്റ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും സൂട്ടബിൾ പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് തന്നെയാണ്. റാപ്പിഡ് കൺസ്ട്രക്ഷൻ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രീ സ്ട്രെസ്സിങ് ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റും. ക്വാളിറ്റി കൺട്രോൾ ബെറ്റർ ആണ്. കാരണം പ്രത്യേകിച്ച് പോസ്റ്റ് ടെൻഷനിങ് ബീമൊക്കെ നമ്മൾ അതിനകത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അതിന് വേണ്ട സ്ട്രെസ് നമ്മൾ ടെൻഡൻസ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ആയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് വേണ്ട സ്ട്രെസ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ ടെൻഡൻസിൽ, നമുക്ക് വേണ്ടത്ര ലോഡ് നമ്മൾ ഹൈഡ്രോളിക് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ മെത്തേഡ്സോ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈറ്റ് ചെയ്ത് ബെറ്റർ നമുക്ക് വേണ്ട സ്ട്രെസ് തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. മറ്റേ നേരെ മറിച്ച് ഒരു RCC സ്ട്രക്ചർ അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. ഒരു ലോഡിന് വേണ്ട അതിൽ എത്ര സ്ട്രെസ് ഡെവലപ്പ് ആവും എന്നൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് കാസ്റ്റ് ചെയ്യാം. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക്മാൻഷിപ്പിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനില്ല, തിരുത്താനുള്ള ഒരു അവസരങ്ങളൊന്നുമില്ല. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ, അതിൽ നമ്മൾ വരുന്ന സ്ട്രെസ് ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത സ്ട്രെസ്സിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഫെയിലിയർ സംഭവിക്കാം. നേരെ മറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് ടെൻഷനിങ് ബീം എന്ന് പറയുന്നത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൽ എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാനുള്ള ചോയ്സുകൾ ഉണ്ട്. ബെറ്റർ ക്വാളിറ്റി ഓക്കെ, റെഡ്യൂസ്ഡ് മെയിൻ്റെനൻസ് പൊതുവെ കുറവാണ് പ്രീ സ്ട്രെസ്സിൻ്റെ. സൂട്ടബിൾ ഫോർ റിപ്പീറ്റേറ്റീവ് കൺസ്ട്രക്ഷൻ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫ്ലൈ ഓവറിന്റെ ഒക്കെ വർക്കിന് ഈ PT ബീം പുറത്ത് വെച്ച്, അതായത് ചിലപ്പം ഈ നിലവിലുള്ള റോഡ്സിൽ വെച്ചിട്ടായിരിക്കും ഫ്ലൈ ഓവർ ചെയ്യുന്നത്. അവിടെ വെഹിക്കിൾസ് പാസിംഗ് ഉണ്ടാവും. അവിടെ വെച്ച് കൺസ്ട്രക്ഷൻസ് പലപ്പോഴും അവിടെ വെച്ച് കാസ്റ്റ് ചെയ്യാനൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്തരം PT ബീംസ് എന്ത് ചെയ്യും, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരേ ബീമുകൾ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു പ്രത്യേക സൈറ്റിൽ അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് മാറിയിട്ട് എന്ത് ചെയ്യും, അവർ കാസ്റ്റ് ചെയ്തിട്ട് ക്രെയിൻ വെച്ചിട്ട് ഇതിലോട്ട് വെക്കുക ചെയ്യാറ്. അപ്പോൾ ഈ റിപ്പീറ്റേറ്റീവ് കൺസ്ട്രക്ഷൻ ഒരേപോലെയുള്ള കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഭയങ്കര സൂട്ടബിൾ ആണ്.
റിഡക്ഷൻ ഓഫ് ഫോം വർക്കിന്റെ റിഡക്ഷൻ കുറക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ കുറവാണ്. ഡെപ്ത് കുറയും, ഏരിയ പൊതുവെ ഇതിന്റെ ഡെപ്ത് ക്രോസ് സെക്ഷൻ ഏരിയ കുറയും. അതുകൊണ്ട് തന്നെ ഫോം വർക്കിൽ റിഡക്ഷൻ വന്നു. സ്റ്റാൻഡേർഡ് ഷേപ്പിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പ്രീകാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റും. ഇനി എന്താണ് ലിമിറ്റേഷൻസ്? ഇത് തന്നെയാണ് ലിമിറ്റേഷൻ. നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ബീം ഉണ്ടാക്കാൻ എന്ത് ചെയ്യേണ്ട, ഒരു വലിയ സ്കിൽഡ് ടെക്നോളജിയോ കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് ഷട്ടറിങ് എക്യുപ്മെന്റ്സും, അതായത് ഫോം വർക്ക് എക്യുപ്മെന്റ്സും, റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യാനുള്ള അതിന്റെ സ്കിൽഡ് ആയിട്ടുള്ള മേസൺസും, പിന്നെ കോൺക്രീറ്റ് പ്ലേസിങ്ങും മാത്രമേ ഉള്ളൂ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫോം വർക്ക് വേണമെന്ന് മാത്രം. പക്ഷെ ഒരു പ്രീ സ്ട്രസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ടെക്നോളജി അല്ലാതെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസ് ആണ്. മാത്രമല്ല ഇതിൽ കോൺക്രീറ്റിന്റെ ഗ്രേഡും ഹയർ ആയിരിക്കും. എബോവ് M30 ആയിരിക്കും മിനിമം ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മളെ നിങ്ങൾക്കറിയാം, നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന സ്ലാബുകളും സാധാ ഒരു വീടിന്റെ സ്ലാബ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിൽഡിംഗ് സ്ലാബുകളൊക്കെ ഉപയോഗിക്കുന്ന M20 ആണ് ഗ്രേഡ്, അതായത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്നാൽ ഇതിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് മിനിമം M30 ആണ്. അതിന് എബോവ് ആണ് പ്രീ സ്ട്രസ്സിംഗിൽ വരുന്നത്. മാത്രമല്ല ഇതിന്റെ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഞാൻ പറഞ്ഞു ഹയർ yield സ്ട്രെങ്ത് ഉള്ള സ്റ്റീലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 3 to 5 times ഹെവിയർ ലോഡ് എടുക്കാൻ പറ്റുന്ന, നോർമൽ മൈൽഡ് സ്റ്റീലിനേക്കാളും 3 to 5 times ഹെവിയർ ലോഡ് എടുക്കാൻ പറ്റുന്ന സ്റ്റീലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ദർ ഇസ് അഡീഷണൽ കോസ്റ്റ് ഇൻ ഓക്സിലറി എക്യുപ്മെന്റ്സ്. ഇതിന് ഒരുപാട് എക്യുപ്മെന്റ്സ് വേണം. അതായത് ഇതിന്റെ ഹൈഡ്രോളിക് ചാക്കുകൾ വേണം, ആങ്കർ പ്ലേറ്റ്സ് വേണം, പിന്നെ ഇതിനകത്ത് ഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് വേണം, ഒരുപാട് ആക്സിലറി എക്യുപ്മെന്റ്സ് വേണം. ദർ ഇസ് നീഡ് ഫോർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ. ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ ചെയ്യാണ്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പ്രോസസ്സ് ചെയ്യാനേ പറ്റില്ല. ഓരോ ടൈം ടു ടൈം ഇതിനെ മോണിറ്റർ ചെയ്തിട്ട് കൊണ്ടേയിരിക്കണം. സ്കിൽഡ് ലേബർ ഇസ് എ മസ്റ്റ് ഫോർ ദിസ് പ്രോസസ്. ഇത്രയാണ് നമുക്ക് പ്രീ സ്ട്രസ്സിംഗിൽ വരുന്ന ഭാഗങ്ങൾ. ഇനി നമുക്ക് ഒന്നുകൂടെ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. പ്രീ സ്ട്രസ്സിംഗ് എന്ന ടെക്നിക്ക്, അതുപോലെ തന്നെ അതിൽ മെയിനായിട്ട് വരുന്ന പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും, അത് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. ഇതിൽ പ്രീ സ്ട്രസ്സിംഗ് എന്ന് പറയുന്നത് RCC സ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്ത ഒരു ഭാഗമാണ്. അതായത് RCC സ്ട്രക്ചറിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റിന് പ്രത്യേകിച്ച് ലോഡ് ചെയ്യുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ക്രാക്സ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺക്രീറ്റിന്റെ ഒരു ക്രോസ് സെക്ഷനിൽ എവിടെയും ടെൻസൈൽ സ്ട്രെസ് വരാത്ത രീതിയിൽ അതിൽ കംപ്രസീവ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, പ്രീ സ്ട്രസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രീ സ്ട്രസ്സിംഗ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ട്. അതിൽ മേജർ ആയിട്ട് വരുന്നതാണ് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നത് സ്റ്റീൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ടെൻഷൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റീൽ ടെൻഡൻസ് നേരത്തെ ടെൻഷൻ ചെയ്ത് വെച്ചതിന് ശേഷം കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ടെൻഷനിങ്ങിൽ എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ചാണ്. അതായത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ വേക്കൻറ്റ് സ്പേസ് അവിടെ ഡെപ്റ്റ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, സ്റ്റീൽ ടെൻഡൻസ് വെച്ച് ടൈറ്റ് ചെയ്ത് അതിനകത്ത് ഗ്രൗട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം അത് പ്രീ സ്ട്രസ് ചെയ്യുന്നു. മെത്തേഡാണ് പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡ്സ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു 3 ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷന് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: The method of pre-stressing concrete in which pre-stressing steel is tensioned against the hardened concrete is. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഇതാണ്: ഹാർഡൻഡ് കോൺക്രീറ്റിലോട്ട് പിന്നെ ടെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. ഓപ്ഷൻസ് വന്നിരുന്നത് പ്രീ ടെൻഷനിങ്, പോസ്റ്റ് ടെൻഷനിങ്, ഇനീഷ്യൽ പ്രീ സ്ട്രസ്സിങ്, ജാക്ക് ടെൻഷനിങ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആൻസർ. അതായത് പ്രീ സ്ട്രസ്സിങ് കോൺക്രീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രീ സ്ട്രസ്സിങ് സ്റ്റീൽ ഈസ് ടെൻഷൻഡ് അഗെയിൻസ്റ്റ് ഹാർഡൻഡ് കോൺക്രീറ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്,
പ്രീസ്ട്രസ്സിങ് അപ്ലൈ ചെയ്യുന്നത്. സ്റ്റീല് ഈ പ്രീസ്ട്രസ്സിങ് സ്റ്റീല് ടെൻഷൻ ചെയ്യുന്നത് ആർഡൻ കോൺക്രീറ്റിന്റെ പുറത്താണ്. ഇത് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പോസ്റ്റ് ടെൻഷനിങ് തന്നെയാണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫർദർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് സ്ഥിരമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ട് ഈസ് ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ പ്രീ ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പ്രീ ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ്, അതായത് നമ്മുടെ റെയിൽവേ സ്ലീപ്പറും ഇലക്ട്രിക് പോളൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ മിനിമം ഗ്രേഡ് എത്രയാണ്? അത് M40 ആണ്. അതായത് ഹയർ ഗ്രേഡ് ഇതിന്റെ മസ്റ്റ് ആണ്. പ്രീ ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? സ്ലിപ്പായി പോകും. ഞാൻ പറഞ്ഞു അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. മാത്രമല്ല അത് നേരത്തെ ടൈറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുറച്ച് സ്ട്രെങ്ത് ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ ഗ്രേഡ് കോൺക്രീറ്റ് മസ്റ്റ് ആണ്. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ഈസ് ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ പോസ്റ്റ് ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പോസ്റ്റ് ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ മിനിമം ഗ്രേഡ് എത്രയെന്നുള്ളത് നിങ്ങളൊരു ഗസ് വെച്ചിട്ട് എന്തായിരിക്കും? എന്തായാലും പ്രീ ടെൻഷൻ്റെ അത്ര ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും M40 താഴെയായിരിക്കും. അത് M30 ആണ്. ഇതെല്ലാം പറയുന്നത് മിനിമം ഗ്രേഡ് ആണ്. ഹയർ ഗ്രേഡ് ഈസ് ബെറ്റർ ഓപ്ഷൻ. ഇനി നിങ്ങൾ ഫർദർ അറിവിലേക്ക് വേണ്ടി മാത്രമാണ്, വാട്ട് ഈസ് ദ മാക്സിമം സിമെന്റ് കണ്ടന്റ് ഇൻ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന സിമെന്റ് കണ്ടന്റ്. ഈ മാക്സിമം സിമെന്റ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് നമ്മള് RCCയിലുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിൽ IS 456/2000 പറയുന്നുണ്ട് എന്ത്, ഒരു RCC സ്ട്രക്ചറിന് മാക്സിമം പറ്റുന്ന ഒരു സിമെന്റ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിവിന് വേണ്ടി പറയുന്നതാണ്. സിമെന്റ് കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്, സിമെന്റ് കണ്ടന്റ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. സിമെന്റ് കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് നമ്മൾ ഡിസൈഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സിമെന്റ് കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട്. ശ്രിങ്കേജ്, ക്രാക്സ്, അതുപോലെ തന്നെ ക്രാക്സുകൾ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം സിമെന്റിന്റെ ഹൈഡ്രേഷൻ കൂടിയിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോഡൽ പ്രൊവിഷൻ ആണ് സിമെന്റ് കണ്ടന്റ് ഇത്രയത്തിലധികം എത്ര ഒരു വാല്യൂലധികം കൂടാൻ പാടില്ല. അത് RCC സ്ട്രക്ചറിന് നോർമലി വരുന്നത് 450 kg/m³ ആണ്. നോർമലി കോമ്പറ്റീറ്റീവ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു 450 kg/m³. എന്നാൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിന് അതിന് എത്ര വാല്യൂ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ 530 kg/m³ ആണ്. എന്തായാലും നമ്മൾ പ്രീ സ്ട്രെസ്സിങ് വരുന്ന ഭാഗത്ത് നമുക്ക് ഇത്രയാണ് ഇതിൽ പോർഷൻസ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഫോം വർക്ക് എന്നുള്ള ടോപ്പിക്കിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ടോപ്പിക്കുകളാണ് ഇനി വരുന്നത്. പ്രീ സ്ട്രെസ്സിങ്ങിന്റെ അത്ര കുറച്ച് കൺഫ്യൂസിങ് അല്ല. ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തട്ടടിക്കുക അല്ലെങ്കിൽ സൈഡ് വെക്കുക എന്നൊക്കെ പറയും. അതായത് ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നോർമലി ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്. അതിന് ഹാർഡൻ സ്റ്റേറ്റിലേക്ക് മാറുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഡിസൈഡ് ഷേപ്പിലോട്ട് മാറ്റാൻ ഉള്ള ഒരു മോൾഡ്, അതാണ് ഫോം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടെമ്പററി സപ്പോർട്ട് പ്രൊവൈഡർ ബിലോ അറൌണ്ട് ദ കോൺക്രീറ്റ് ഹോൾഡ് ദ ഫ്രഷ് കോൺക്രീറ്റ് ഇൻ ഡിസൈഡ് ഷേപ്പ്. അപ്പോൾ അതിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെ എന്നുള്ളതൊക്കെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഫോം വർക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സൈറ്റിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അതിൽ ക്വാളിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും മോശം വന്നു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റ് സ്ട്രക്ചറിനെ നന്നായിട്ട് ബാധിക്കും, അതിന്റെ ഫിനിഷിങ്ങിനെ ബാധിക്കും, അതിന്റെ എസ്തെറ്റിക്സിനെ ബാധിക്കും, എല്ലാം ബാധിക്കും. അപ്പോൾ ഫോം വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ടൈപ്സ് ഓഫ് ഫോം വർക്ക് ഉണ്ട്. അതിലോട്ട് നമുക്ക് വരാം. നമ്മൾ സാധാരണ നമ്മൾ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന വുഡ് ആൻഡ് സ്റ്റീലാണ്. വുഡ് എന്ന് പറയുന്നത് നേരത്തേക്ക് ഉപയോഗിച്ചിരുന്നത് നല്ല വുഡൻ പ്ലാങ്ക്സ് ആയിരുന്നു. ഇപ്പോൾ പ്ലൈവുഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബോർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്സ് ആൻഡ് ഫൈബേഴ്സ് ആർ ഓൾസോ യൂസ്ഡ്. സ്റ്റീലിൽ തന്നെ ഒരുപാട് ടൈപ്പ് സ്റ്റീലുകൾ, പല ടൈപ്പ് അഡ്വാൻസ് ടെക്നോളജികളെല്ലാം ഫോം വർക്കിൽ വന്നിട്ടുണ്ട്. ഇനി എന്താണ് ഒരു ഫോം വർക്കിലെ പ്രോസസ്സുകൾ? ഒന്ന് അസംബ്ലി ആൻഡ് ഇറക്ഷൻ, കോൺക്രീറ്റ് പ്ലേസ്മെന്റ്, സ്ട്രിപ്പിംഗ് ആൻഡ് ഡിസ്മാന്റിലിംഗ്. ഒന്നുമില്ല, അസംബ്ലി ആൻഡ് ഇറക്ഷൻ നമ്മൾ ഒരു കോളം കോൺക്രീറ്റ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ കോളത്തിന്റെ ബോക്സ് എന്ന് പറയും. കോളത്തിന്റെ ബോക്സ് എന്ത് ചെയ്യും, അസംബിൾ ചെയ്തിട്ട്, അതായത് 4 സൈഡും സെപ്പറേറ്റ് ആയിരിക്കും, ഇത് അസംബിൾ ചെയ്തിട്ട് അത് ഇറക്റ്റ് ചെയ്യും. ഇറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണ്, അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ടാവും.
എന്നിട്ട് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിന്റെ യൂഷ്വലി കോളം ഒക്കെ ആയി കഴിഞ്ഞാൽ വൺ ഡേ കഴിഞ്ഞാൽ തന്നെ അതെന്ത് ചെയ്യും, സ്ട്രിപ്പ് ചെയ്യും. ആസ് പെർ IS കോഡ് 16 to 24 അവർ ആണ് സ്ട്രിപ്പിംഗ് ടൈം. 16-24 എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റും. ഇനി ബീംസും സ്ലാബ്സ് ഒക്കെ ആവുമ്പോൾ അതിന്റെ സ്പാൻ അനുസരിച്ച് 7 days, 14 days, 28 days വരെ എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞിട്ടാണ് ഇത് സ്ട്രിപ്പിംഗ് ചെയ്യുന്നത്. ഇത് അതിന്റെ ജസ്റ്റ് ഒരു ആനിമേഷൻ മാത്രമാണ്. നമ്മൾ ആദ്യം അസംബിൾ ചെയ്തു, കറക്റ്റ് ചെയ്തു, പിന്നെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു, എന്നിട്ട് സ്ട്രിപ്പ് ചെയ്തു. ഇതാണ് ഫോം വർക്കിന്റെ പ്രോസസ്സ്. ഇനി എന്തൊക്കെയാണ് ഫോം വർക്കിന്റെ ഫങ്ഷൻസ്? സെർവ് ആസ് എ മോൾഡ് ഫോർ കോൺക്രീറ്റ് സ്ട്രക്ചറൽ കമ്പോണൻസ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഡിസൈഡ്സ് അക്യുറസി ടു സൈസ്, സ്ട്രെങ്ത് ആൻഡ് സർഫസ് ഫിനിഷ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ബീമിന്റെ അളവ്, ഒരു ബീമിന്റെ എക്സാമ്പിൾ, അതിന്റെ ടോപ്പ് വിഡ്ത്ത് 30, ഡെപ്ത് 50 ആണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് അത് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഫോം വർക്ക് പ്ലേസ് ചെയ്യണം. ആസ് പെർ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ക്വാണ്ടിറ്റിക്കായിരിക്കും റേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് 1 സെന്റിമീറ്റർ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാലും നഷ്ടമായിരിക്കും, കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ആക്യുറസി, സൈസിലുള്ള ആക്യുറസി ഒക്കെ വരുത്തുന്ന കറക്റ്റ് ഫോം വർക്ക് പ്ലേസ് ചെയ്ത് കൃത്യമായ സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഡിസൈൻ ആസ് പെർ ഡിസൈനിലുള്ള സെയിം സൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബീമായാലും കോളമായാലും സ്ലാബ് ആയാലും കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സ്ട്രെങ്ത്തിൽ വ്യത്യാസം വരും. കാരണം കൃത്യമായിട്ട് ഫോം വർക്കുകൾക്ക് ലീക്ക് പ്രൂഫ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകിച്ച് സിമെന്റ് കണ്ടന്റ് ലീക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ലീക്ക് ചെയ്ത് പോകുമ്പോൾ അണിയക്കൊമ്പിലോട്ട് അത് കാര്യങ്ങൾ നീങ്ങും, സർഫസ് ഫിനിഷ് കുറവായിരിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇനി ഫോം വർക്കിന്റെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹോൾഡ് ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫ്രഷ് RCC. ഫ്രഷ് റെയിൻ കോൺക്രീറ്റിന്റെ സെൽഫ് വെയിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് വേണം. കാരണം ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു M3 2500 കിലോഗ്രാം വരും. ഒരു റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിൽ ഏകദേശം 2400 കിലോഗ്രാം. ഒരു M3 വോളിയം എടുത്താൽ അത്രയും ഹെവി വെയിറ്റ് ഉള്ള സാധനമാണ് ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഹോൾഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, നല്ല കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഫോം വർക്കുകൾ തന്നെ വേണം. പിന്നെ നമുക്ക് ഫോം വർക്ക് എന്ന് പറയുന്നത് വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മളിപ്പോൾ സ്ലാബ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഫോം വർക്കിന്റെ മുകളിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നതും കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിന്റെ മുകളിലൂടെ പോയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് കോൺക്രീറ്റിന് മാത്രമല്ല അതിനകത്തുള്ള വരുന്ന വർക്ക്മാൻഷിപ്പ് അവരൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത്. സപ്പോർട്ട് ദ വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്, അത് തന്നെയാണ് പറഞ്ഞത്. റിക്വയർമെന്റ്സ് ഓഫ് ഗുഡ് ഫോം, ഈസി റിമൂവൽ വിത്ത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഹാമർ. നമുക്ക് റിമൂവ് ചെയ്യാനും ഈസി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലൊക്കെ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സ്ലാബിനൊക്കെ നമ്മൾ ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു 50/115 സെന്റിമീറ്റർ സൈസുള്ള അല്ലെങ്കിൽ 60/115 സെന്റിമീറ്റർ സൈസുള്ള ഷീറ്റുകളാണ് സ്ലാബ്സിനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഷീറ്റുകൾ നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിനും റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നതിനും ഓയിൽ ചെയ്യാറുണ്ട്. ഈ ഓയിൽ ചെയ്യുന്നത് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമല്ല, ഈ കോളത്തിന്റെ കണ്ടിട്ടില്ലേ, സൈഡ് വെക്കുന്ന ആ കോളം ബോക്സ്, ആ ബോക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓയിൽ ചെയ്യോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രീസിങ് എക്യുപ്മെന്റ്സ് വെക്കാറുണ്ട്. അതിന് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എക്കണോമി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. പ്രത്യേകിച്ച് ഈ ഫോം വർക്ക് മെറ്റീരിയൽസ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓവർ കോസ്റ്റ് ഉണ്ടാകാൻ പറ്റില്ല, എന്നാലും അത് റീയൂസബിൾ ആയിരിക്കണം. കാരണം ഒരു ഫോം വർക്ക് മെറ്റീരിയൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കോളം ബോക്സ് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് കോളംസ് കാസ്റ്റ് ചെയ്യാൻ പറ്റണം. മാത്രമല്ല അത് പെട്ടെന്ന് കേട് വന്നു പോകാൻ പാടില്ല. വാട്ടർ പ്രൂഫ്, ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോം വർക്കിന് വേണ്ട. വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത്, അതായത് വാട്ടർ ടൈറ്റ് ജോയിന്റ്സ് തന്നെ ആയിരിക്കണം ഫോം വർക്ക്. നമ്മൾ ഒരു സ്ലാബോ അല്ലെങ്കിൽ ബീമോ കാസ്റ്റ് ചെയ്യാണ്, നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു, എന്നിട്ട് വൈബ്രേഷൻ ചെയ്യും. വൈബ്രേറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പഴയ മെത്തഡ് ആണെങ്കിൽ നമ്മൾ കമ്പി വെച്ച് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വൈബ്രേറ്റേഴ്സ് ഉണ്ട്. ഈ വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ലീക്ക്, ജോയിന്റ്സിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വെള്ളം സിമെന്റ് എന്ത് ചെയ്യും, ഇതിലൂടെ ഇറങ്ങിയിട്ട് പോകും. അപ്പൊ അത്രയും സിമെന്റ് പോർഷൻ എന്ത് ചെയ്യും, പുറത്തു പോകും. ആ ഭാഗത്ത് മെറ്റൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് കോഴ്സ് അഗ്രിഗേറ്റ് മാത്രമാവും. അത് നമ്മൾ സ്ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം എടുത്ത് കാണുകയും ചെയ്യും. അത് നിങ്ങൾക്കറിയായിരിക്കും, ഹണികോംബ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യും, വീക്ക് ആയിരിക്കും, സ്ട്രെങ്ത് ഉണ്ടാവില്ല. പിന്നെ
ക്വാളിറ്റി, ഡിസൈഡ് സൈസ്, ഷേപ്പ്, ഫിനിഷ് നീഡ് ടു ബി ഒബ്റ്റൈൻഡ്. നമ്മൾ ചില വർക്കുകളൊക്കെ ഓർണമെന്റൽ വർക്കുകളൊക്കെ ഉണ്ടാവും കോൺക്രീറ്റിൽ തന്നെ. അപ്പോൾ അതിന്റെ ഫോം വർക്ക് എന്ത് ചെയ്യണം, ആ ഡിസൈഡ് ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓരോ സൈസും നമുക്ക് തന്നിട്ടുള്ള ഓരോ ഡയമെൻഷനും പക്കയായിരിക്കണം. റിജിഡിറ്റി അഗൈൻസ്റ്റ് ഡീഫോർമേഷൻ. ഡീഫോർമേഷൻ പാടില്ല. കാരണം നമ്മൾ ഒരു ബീമിന്റെ ഒരു ഫോം വർക്ക് പ്ലേസ് ചെയ്തു, എന്നിട്ട് കൃത്യമായ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അത് നിർത്തണം. കാരണം ഡീഫോർമേഷൻ ഒന്നും വരാൻ പാടില്ല. കാരണം നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കോൺക്രീറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, സാഗ് വരാൻ പാടില്ല. അല്ലെങ്കിൽ അതിന് ബീമിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സാഗ്. കോൺക്രീറ്റ് ഏതെങ്കിലും ഒരു സെൻട്രൽ പോർഷൻ എങ്ങാനും താഴ്ന്നു, ഈ ഫോം വർക്ക് താഴ്ന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബീമിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല, സ്ട്രൈറ്റ് ആവില്ല, സാഗ് വരും. ഇൻസൈഡ് സർഫസ് ഓഫ് ഹോം ഷുഡ് ബി സ്മൂത്ത് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഫിനിഷിംഗ് ഉണ്ടാവില്ല. കോൺക്രീറ്റ് നമ്മൾ സ്ട്രിപ്പ് ചെയ്ത സമയത്ത് ഫിനിഷിംഗ് ഉണ്ടാവും. സഫിഷ്യന്റ് സ്ട്രെങ്ത് ടു ബിയർ DLLL ഹാബർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു ഫോം വർക്കിന് സഫീഷ്യന്റ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അത് ഡെഡ് ലോഡും ലൈവ് ലോഡും ലേബറും ഹോൾഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് അതിനുണ്ടായിരിക്കണം. പല കേസുകളും നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ അടിച്ച് കാണാൻ പറ്റും. കൺസ്ട്രക്ഷൻ സൈറ്റ് ആക്സിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചില സമയത്ത് ചില ഈ കോൺക്രീറ്റ് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ചില ഫോം വർക്ക് എല്ലാം ഇടിഞ്ഞു വീഴുന്നത് കണ്ടിട്ടുണ്ട്. അത് കൃത്യമായ സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ട ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. സ്വെല്ലിംഗ് ആൻഡ് ശ്രിങ്കേജ് ഷുഡ് ബി മിനിമം. അതായത് ചില പ്ലേസ് ചില ടൈപ്പ് വുഡൻ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ സ്വെല്ല് ചെയ്യും. മെറ്റീരിയൽ സ്വെല്ല് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഡയമെൻഷനേക്കാൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് വല്ല ബൾജിങ്ങോ എന്തെങ്കിലും ഷീറ്റിനകത്ത് വല്ല ഉണ്ടായി കഴിഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഇതോടുകൂടി ഇന്നത്തെ ടോപ്പിക്സ് നിർത്തുകയാണ്. ഇനി മോഡേൺ ഡേ ഫോം വർക്ക്സ് ആണ്, സ്ലിപ്പ് ഫോം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിനി ഉള്ളത്. അപ്പം ഇനി നിങ്ങൾക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാം. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ അറ്റൻഡൻസ് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ തരാം. നോട്ട്സ് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, ഒരു 2 മിനിറ്റ്സ് തരാം. അറ്റൻഡൻസ് പെട്ടെന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത പോർഷൻ നമുക്ക് ഹോംവർക്കിൻ്റെ ബാലൻസും സ്കഫോൾഡിങ്ങും കാര്യങ്ങളാണ് എടുക്കാനുള്ളത്. വരും ക്ലാസ്സുകളിൽ നമുക്കത് എടുക്കാവുന്നതാണ്. എന്തെങ്കിലും വീഡിയോയിൽ ക്വാളിറ്റി പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിന് മുന്നേ ഒന്ന് അറിയിക്കണം. എത്രയും പെട്ടെന്ന് അറ്റൻഡൻസ് സബ്മിറ്റ് ചെയ്യാം. ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെഡിയാക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലേ, അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നതിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് റെഡിയാക്കാം. ഓക്കെ, ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 2 minutes more. ഓക്കെ. എടുത്ത ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം. പെട്ടെന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യും. വൈൻഡപ്പ് ചെയ്യാണ്. പെട്ടെന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യണേ.